പ്യാരെ ബച്ചോ, നമസ്കാർ. എല്ലാവർക്കും സുഖമാണോ? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എല്ലാവരും വളരെ ശ്രദ്ധയോടെയും കരുതലോടെയും ഇരിക്കണേ. ഈ സാഹചര്യവും നമ്മൾ അതിജീവിക്കുക തന്നെ ചെയ്യും. आप सब 10वीं कक्षा में आ गए हैं. सबका सहर्ष स्वागत करती हूँ. കഴിഞ്ഞ അധ്യയന വർഷം വീടുകളായിരുന്നു നമ്മുടെ ക്ലാസ് മുറികൾ. വിക്ടേഴ്സ് ചാനൽ വഴിയായിരുന്നുവല്ലോ കൂട്ടുകാരുടെ പഠനം. കഴിഞ്ഞ വർഷത്തെ പാഠഭാഗങ്ങളിലൂടെ നമുക്കൊന്ന് കടന്നുപോയാലോ? याद है ना, हिंदी पाठ्य पुस्तक में कितनी इकाइयाँ थी? हाँ, 5 इकाइयाँ थी. എന്തെല്ലാമാണ് നമ്മൾ പരിചയപ്പെട്ടത്? हाँ बताइए. कविता और पटकथा, कहानी, हाँ डायरी, फिर एक लेख, बातचीत आदि. കൂട്ടുകാരെ, നമ്മൾ ആദ്യം പരിചയപ്പെട്ട പാഠഭാഗം ഏതായിരുന്നു? हाँ एक कविता. कविता का नाम याद है ना? अच्छा, फूल बनी थी माँ. कवि का नाम? हाँ, ശ്രീ നരേന്ദ്ര പുണ്ടരീക്. എന്തിനെ കുറിച്ചായിരുന്നു കവിത? അതെ, ഇന്നത്തെ സമൂഹത്തിൽ വൃദ്ധജനങ്ങളോടുള്ള അവഗണനയെക്കുറിച്ചായിരുന്നു. याद है ना, माँ अपना पूरा जीवन बच्चों की देखभाल में व्यतीत करती हैं. पुल की तरह माँ परिवार के सदस्यों को जोड़ने वाली कड़ी बन जाती हैं. धीरे धीरे माँ बूढ़ी हो जाती हैं और बच्चों के लिए बोझ बन जाती हैं. अंत में माँ की मृत्यु होती है. माँ के चले जाने पर बच्चे बेसहारे हो जाते हैं. ഇതായിരുന്നു കവിതയുടെ ആശയം. കൂട്ടുകാരെ, കവിതയുടെ ആശയം മനസ്സിലാക്കി നിങ്ങൾ ടിപ്പണി എഴുതിയില്ലേ? എന്തൊക്കെയാണ് ടിപ്പണി തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയാമോ? हाँ, पहले कवि और कविता का परिचय, और उसके बाद हाँ कविता का आशय लिखा और विशेष पंक्तियों का उल्लेख किया. अंत में निष्कर्ष के रूप में अपना विचार भी लिखा. तो ये कविता हमें क्या संदेश देती है बताइए? हाँ, बूढ़े बुजुर्गों का संरक्षण करना हमारा कर्तव्य है, दायित्व है. വൃദ്ധരായവരെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. കൂട്ടുകാരെ, രണ്ടാമത്തെ പാഠം ഏതായിരുന്നു? हाँ एक पटकथा. എന്താ പട്കഥ എന്ന് വെച്ചാൽ? അതെ, തിരക്കഥ, സ്ക്രീൻ പ്ലേ. उसके पात्र कौन कौन थे? ഓർമ്മയുണ്ടോ കൂട്ടുകാരെ? 3 കൊച്ചു കുട്ടികൾ ആരൊക്കെയാണ്? അതെ, ഗോപു, ചുന്നി, ലല്ലു. ഇവർ വീട്ടിൽ ആരും അറിയാതെ അടുത്ത ഗ്രാമത്തിൽ TV കാണാൻ പോകുന്ന സന്ദർഭം. നിങ്ങൾ ഈ പാഠം വായിച്ചിട്ടില്ലേ? ഈ പേജ് നോക്കൂ. ഈ പട്കഥയിൽ എന്താ കാണുന്നത്? ഏത് സ്ഥലത്താണ് സംഭവം നടക്കുന്നത്? എപ്പോഴാണ് നടക്കുന്നത്? ആരെല്ലാമാണ് കഥാപാത്രങ്ങൾ? പിന്നെന്താ? അതെ, കഥാപാത്രങ്ങൾ തമ്മിലുള്ള സംഭാഷണം കാണുന്നില്ലേ? അപ്പോൾ കൂട്ടുകാരെ, ഒരു തിരക്കഥയുടെ ദൃശ്യത്തിൽ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? हाँ, पटकथा का दृश्य, स्थान, समय, पात्र, आयु, वेश, दृश्य का संक्षिप्त विवरण, पात्रों के बीच का संवाद और दृश्य समाप्त. അതായത് കൂട്ടുകാരെ, സ്ഥാൻ, സമയ, പാത്ര, ദൃശ്യ, സംവാദ് തുടങ്ങിയ കാര്യങ്ങൾ ഒരു തിരക്കഥയിൽ ഉണ്ടാകണം. ഇവിടെ ഈ പട്കഥ TV, ഇതിന് ആധാരമായ TV എന്ന പേരിൽ ഒരു കഥ നമ്മൾ പഠിച്ചില്ലേ? കൂട്ടുകാർക്ക് ഓർമ്മയുണ്ടോ? അതെ കൂട്ടുകാരെ, കഥാസന്ദർഭങ്ങളാണ് അല്ലെങ്കിൽ സംഭവങ്ങളാണ് തിരക്കഥയായി പട്കഥയായി മാറുന്നത്.
ഇത്തരത്തിൽ കഥാസന്ദർഭങ്ങളെ തിരക്കഥയാക്കി മാറ്റുന്ന ധാരാളം പ്രവർത്തനങ്ങൾ ഈ വർഷവും നമുക്ക് ചെയ്യാനുണ്ട്. കഴിഞ്ഞ വർഷം വേറെന്താ നമ്മൾ പഠിച്ചത്? ഓർമ്മയുണ്ടോ? एक कहानी पढ़ी थी. कहानी का नाम याद है? हाँ, पक्षी और दीमक. अच्छा, कहानीकार का नाम क्या था? हाँ, മുക്തിബോധ്. ആ കഥ കൂട്ടുകാർക്ക് ഇഷ്ടമായി അല്ലേ? എന്തായിരുന്നു ആ കഥ? ആകാശത്ത് ഒരു പക്ഷി കൂട്ടുകാരോടൊത്ത് പറന്ന് രസിച്ചിരുന്നു. അവൻ അച്ഛൻ പക്ഷി പറഞ്ഞതനുസരിച്ചില്ല. അതുവഴി ഒരു കാളവണ്ടിക്കാരൻ വന്നു. അയാളുടെ വണ്ടിയിൽ എന്തായിരുന്നു? കൂട്ടുകാർക്ക് ഓർമ്മയുണ്ടോ? അതെ, ചാക്കുകളില് ചിതല് നിറച്ചിട്ടുണ്ടായിരുന്നു. ആ കാളവണ്ടിക്കാരൻ എന്താ പക്ഷിയോട് ആവശ്യപ്പെട്ടത്? 2 ചിതലുകൾ തരാം, പകരം എന്ത് വേണം? അതെ, പകരം ഒരു തൂവൽ വേണം. പക്ഷി എന്തു ചെയ്തു? തൻ്റെ തൂവൽ കൊടുത്ത് ചിതൽ വാങ്ങി കഴിച്ചു. കൂട്ടുകാരെ, ഓർമ്മിക്കുന്നുണ്ടോ നിങ്ങൾ? ആ കഥയിൽ ആ പക്ഷിക്ക് എന്താ സംഭവിച്ചത്? ഒടുവിൽ തൻ്റെ തൂവലുകളെല്ലാം നഷ്ടപ്പെട്ട് തൻ്റെ തെറ്റ് തിരിച്ചറിഞ്ഞപ്പോഴേക്കും ആ പക്ഷിക്ക് പറക്കാൻ കഴിയാതായിരുന്നു. ഒടുവിൽ ആ പക്ഷിക്ക് ജീവൻ തന്നെ നഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് എന്താ മനസ്സിലായത് ഈ കഥയിൽ നിന്ന്? പറഞ്ഞോളൂ. പ്രലോഭനങ്ങൾക്ക് വശംവദരായി പോകുന്ന ചില യുവാക്കൾക്ക് ഒരു മുന്നറിയിപ്പല്ലേ ആ കഥ? അതെ. ഇവിടെ നമ്മൾ പരിചയപ്പെട്ട മറ്റൊരു പ്രവർത്തനം ഉണ്ടല്ലോ ഈ പാഠഭാഗവുമായി ബന്ധപ്പെട്ടത്. എന്തായിരുന്നു അത്? പക്ഷിക്ക് ചരിത്രഗതി വിശേഷതാവും കാ വിശ്ലേഷൺ കരേ, ടിപ്പണി ലിഖേ. പക്ഷിയുടെ സ്വഭാവ വിശേഷതകൾ എന്തൊക്കെയായിരുന്നു? കൂട്ടുകാർക്ക് ഓർമ്മയുണ്ടോ? ബതായിയേ. പക്ഷി ആലസി ഹേ और मेहनती नहीं है और बड़ों की बातें मानने वाला नहीं. ഈ വിശേഷതകൾ വച്ച് ടിപ്പണി എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? പക്ഷി की विशेषताएं, आशयों की क्रमबद्धता, संक्षिप्तता और उचित ഭാഷാ ശൈലി. പക്ഷിയുടെ സ്വഭാവ സവിശേഷത നമുക്കറിയാം. അത് ക്രമമായും സംക്ഷിപ്തമായും എഴുതണം. അവിടെ നമ്മുടെ അഭിപ്രായം കൂടി എഴുതാൻ മറക്കണ്ട. ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് 10ാം ക്ലാസ്സിലും ഉണ്ട്. ഹിന്ദിയിലെ കഥാചക്രവർത്തി എന്ന് അറിയപ്പെട്ടിരുന്ന പ്രേംചന്ദിന്റെ ഒരു കഥ നമുക്ക് 10ാം ക്ലാസ്സിലുണ്ട്. ആ കഥയിലെ പ്രധാന കഥാപാത്രങ്ങളുടെ സ്വഭാവ സവിശേഷതകൾ എഴുതാനുള്ള പ്രവർത്തനവും നമുക്ക് എഴുതേണ്ടി വരും. അവിടെ നിങ്ങൾക്ക് ഈ അനുഭവങ്ങൾ പ്രയോജനപ്പെടും. കൂട്ടുകാരെ, പിന്നെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഡൽഹിയിൽ ബ്രിട്ടീഷുകാരുടെ അടിച്ചമർത്തലുകളുടെ പ്രശ്നങ്ങൾ പറയുന്ന ഒരു ഡയറി നമ്മൾ പഠിച്ചില്ലേ? ആരുടേതായിരുന്നു ആ ഡയറി? മിർസ ഗാലിബ് കി ഡയറി. ആ ഡയറിയെ തുടർന്ന് ഒരു പത്രവാർത്ത തയ്യാറാക്കുന്നൊരു പ്രവർത്തനമല്ലേ നാം ചെയ്തത്? समाचार लिखते समय किन किन बातों पर ध्यान देना है? बताइए. समाचार पत्र के अनुकूल जिज्ञासा युक्त शीर्षक और स्थान लिखना. समाचार क्या, कौन, कब, कहाँ, कैसे आदि प्रश्नों के उत्तर देने लायक हो. കൂട്ടുകാരെ, തുടർ വായനയ്ക്ക് പ്രേരണ നൽകുന്നതാകണം തലക്കെട്ട്. പിന്നെന്താ? റിപ്പോർട്ട് ചെയ്യുന്ന സ്ഥലം സൂചിപ്പിക്കണം. നിങ്ങൾ പത്രവാർത്തയിൽ കാണാറില്ലേ സ്ഥലം സൂചിപ്പിച്ചിട്ടുള്ളത്? അതോടൊപ്പം വാർത്തയുമായി ബന്ധപ്പെട്ട സ്ഥലം, ആര്, എന്ത്, എപ്പോൾ, എവിടെ, എങ്ങനെ തുടങ്ങിയ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുന്ന തരത്തിൽ വസ്തുതാപരമായി കാര്യങ്ങൾ അവതരിപ്പിക്കണം, ചുരുക്കി അവതരിപ്പിക്കണം. നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയെ കുറിച്ച് പഠിച്ചത് ഓർമ്മയുണ്ടോ? ഗാന്ധിജി കുട്ടിക്കാലത്ത് എങ്ങനെയായിരുന്നു? പാഠപുസ്തകത്തിലെ ചിത്രം നോക്കിയേ. സാധാരണ കുട്ടികളെ പോലെ ഭൂതത്തിനെയും ഇരുട്ടിനെയും ഭയന്നിരുന്ന ഒരു പാവം കുട്ടിയായിരുന്നു ഗാന്ധിജി. അവിടെ നിന്ന് ഗാന്ധിജിയിലേക്കുള്ള വളർച്ച ഒറ്റ
ദിവസം കൊണ്ട് സംഭവിച്ചതാണോ? അല്ല, പിന്നെയോ തൻ്റെ തീക്ഷ്ണമായ ജീവിതാനുഭവങ്ങളിലൂടെ മഹാത്മാഗാന്ധി രൂപപ്പെട്ടു വരികയായിരുന്നു. ഗാന്ധിജിയുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഉൻകാ ഹി എക് പ്രസിദ്ധ കഥൻ ഹൈ, മേരാ ജീവൻ ഹി മേരാ संदेश है। पाठ के आधार पर हमने एक भाषण तैयार किया था। तो बताइए, भाषण तैयार करते समय किन किन बातों पर ध्यान देना चाहिए? हाँ, संबोधन, भूमिका, विषय प्रवेश, विषय विस्तार, क्रमबद्धता और संक्षिप्तता, उचित भाषा शैली और उपसंहार। ഇവിടെ പ്രസംഗം നമ്മൾ എങ്ങനെ ആരംഭിക്കും? आदरणीय अध्यापकों, प्यारे मित्रों, यह अत्यंत खुशी की बात है कि मुझे गांधी जी के बारे में कुछ कहने का अवसर मिल गया है। ഇനി നമ്മൾ പാഠഭാഗത്തിലൂടെയും അല്ലാതെയും മനസ്സിലാക്കിയ കാര്യങ്ങൾ ക്രമമായും സംക്ഷിപ്തമായും അവതരിപ്പിക്കണം. ഇവിടെ നമുക്ക് പ്രസംഗം എങ്ങനെ അവസാനിപ്പിക്കാം? ജബ് തക് സംസാർ രഹേഗാ ഗാന്ധിജി കാ നാം ഭി രഹേഗാ. അതിനുശേഷം ഒരു കവിത പഠിച്ചത് ഓർമ്മയുണ്ടോ? ദീപ് ജലാവോ എന്ന കവിത, त्रिलोचन की कविता। अब हम एक कविता सुने। इस जीवन में रह न जाए मल, द्वेष दंभ अन्याय घृणाचल, चरण चरण चल गृह कर उज्ज्वल, गृह गृह की लक्ष्मी मुस्काओ, आज मुक्त कर मन के बंधन, करो ज्योति का जय का वंदन, स्नेह अतुल धन धन्य यह भुवन, बनकर स्नेह गीत लहराओ, कर्म योग कल तक के भूलो, जीवन सुमन सुरभि पर फूलो, छवि छवि झूलो सुख से झूलो, जीवन की नव छवि बरसाओ, ये अनंत के लखु लखु तारे, दुर्बल अपनी ज्योति पसारे, अंधकार से कभी न हारे, प्रतिमन वही लगन सरसाओ। കൂട്ടുകാരെ, 10ാം ക്ലാസ്സിൽ ഏതു കവിതയുമായി ബന്ധപ്പെട്ടും നമുക്ക് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കേണ്ടുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാകും. कविता की आस्वादन टिप्पणी लिखते समय हमें किन किन बातों पर ध्यान देना है? हाँ, पहले कवि और कविता का परिचय देना है। यहाँ क्या लिखेंगे इस कविता में? हाँ, बताइए। कविवर त्रिलोचन की कविता है दीप जलाओ. ഇനി കവിതയുടെ ആശയം നന്നായി മനസ്സിലാക്കി ലളിതവും സംക്ഷിപ്തവുമായി എഴുതണം. കവിതയുടെ ആശയം നന്നായി മനസ്സിലാക്കി എഴുതിയാൽ നമുക്ക് കവിതയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടും എഴുതാൻ പ്രയാസമുണ്ടാവില്ല. കവിതയിൽ വന്നിട്ടുള്ള ഭാഷാ പ്രയോഗങ്ങൾ കൂടി ഉൾപ്പെടുത്താൻ കഴിയും. अंत में निष्कर्ष के रूप में कविता से संबंधित हमारा दृष्टिकोण भी लिखना चाहिए. यहाँ क्या लिखेंगे इस कविता में? यदि हम सारी बुराइयों को पहचान कर दूर करेंगे तो हमारा जीवन प्रकाशमय हो जाएगा. इस तरह हमें दीप जलाकर अपने तथा दूसरों के जीवन को प्रकाशमय बना देना चाहिए. अब आप जरा चित्र देखिए. വളരെ മനോഹരമായ ചിത്രം അല്ലേ? ആകാശത്ത് മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങൾ. यहाँ तारे किस प्रकार दिखते हैं? हाँ, छोटे छोटे लघु तारे. यहाँ छोटे छोटे लघु आदि शब्द विशेषण हैं. क्यों? क्योंकि ये शब्द
तारों की विशेषता सूचित करते हैं। इस प्रकार के अनेक विशेषण शब्द इस कविता में हैं। जरा देखें, अतुल धन, धन्य भुवन, नौ छवि, दुर्बल ज्योति। अब आप विशेषण शब्द आसानी से बता सकते हैं। अतुल धन में विशेषण शब्द है, हाँ अतुल। इस प्रकार धन्य भुवन में, हाँ बताइए, धन्य। बाकी आप स्वयं पहचानें और लिखें। देखिए बच्चों, ये किसका चित्र है, याद है ना? हाँ, बेबी। बेबी की कहानी याद है? വൈശാഖ്യോങ്കെ സഹാരെ ചലനെ വാലി ബേബി. കൂട്ടുകാർക്കെല്ലാം ഇഷ്ടപ്പെട്ടൊരു കഥയായിരുന്നു അതല്ലേ? കൂട്ടുകാരെ, ഈ കഥയുമായി ബന്ധപ്പെട്ട ബേബിയുടെ ഡയറി നമ്മൾ സങ്കല്പിച്ചെഴുതിയത് ഓർമ്മയുണ്ടോ? देखिए उस डायरी का नमूना। बुधवार 23 दिसंबर 2020। आज एक नया अनुभव हुआ। मैं अपने पलंग पर बैठकर गाना सुन रही थी। फाटक खुलने की आवाज सुनी। सोचा पोस्टमैन आया होगा। उसकी आवाज मेरे कानों में आई, लेकिन फर्श पर डाक गिरने की आवाज सुनाई नहीं दी। पलंग से उतरकर बैसाखियों के सहारे धीरे धीरे चलने लगी। दरवाजे तक पहुंचने में देर लगी। दरवाजे पर नया पोस्टमैन खड़ा था। उसने डाक मेरे हाथ में दे दी। उसने कोई बात न की। दोपहर का समय, अकेलापन। ऐसे ही समय बूढ़ा पोस्टमैन आया करता था। क्या हुआ होगा उसे, कल देखेंगे। बच्चों, डायरी लिखते समय किन किन बातों पर ध्यान देना है, बताइए आप? हाँ, तारीख, आत्मनिष्ठ एवं स्वाभाविक भाषा, डायरी की शैली, फिर हाँ खास अनुभवों का उल्लेख। കുഞ്ഞുങ്ങളെ, ജീവിതയാത്രയിൽ കൊടുങ്കാറ്റുപോലെ വരുന്ന പ്രശ്നങ്ങളെ നേരിടാൻ ആഹ്വാനം നൽകുന്നൊരു കവിത നമ്മൾ പഠിച്ചില്ലേ? ഏതായിരുന്നു അത്? ഹാ, തൂഫാനോങ്കി ഓർ ഘുമാദോ നാവിക്. ആരുടെ കവിതയായിരുന്നു അത്? ഓർമ്മയുണ്ടോ? അതെ, ശിവമംഗൽ സിംഗ് സുമൻ की കവിത. കുഞ്ഞുങ്ങളെ, ഈ കവിതയുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു? സമാന ആശയ വാലി പങ്ക്തിയാൻ ചുൻകർ ലിഖേം. ചില വരികളുടെ ആശയം തന്നിരുന്നു, അത് മനസ്സിലാക്കി വരികൾ കണ്ടെത്തി എഴുതണം. जीवन में कभी कभी संकट रूपी तूफान का सामना करना पड़ता है. ഈ ആശയം വരുന്ന വരികൾ നമ്മൾ കണ്ടെത്തി എഴുതിയില്ലേ? പറയാമോ? കഭി കഭി മിൽത്ത ജീവൻ മേ തൂഫാനോं का प्यार. ശരിയല്ലേ? ഇനി ആശയം വരുന്ന വരികൾ കൂടി പറയാമോ? മാനവ് അന്തിം സാസ് തക് സമസ്യാओं से लड़ते रहते हैं. ഇവിടെ വരികൾ കണ്ടെത്തി പറയാമോ? ഏതായിരുന്നു ആ വരികൾ? ജബ് തക് സാസോं में സ്പന്ദൻ है उसका हाथ नहीं रुकता है. എന്തൊക്കെ ജീവിത പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നാലും മനുഷ്യൻ ഒരിക്കലും തോൽവി സമ്മതിക്കാറില്ല. മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഈ മഹത്തായ ആശയം പറയുന്ന വരികൾ ഒന്ന് ഓർമ്മിച്ച് പറയാമോ? പറയാമോ? ഹാ, മിട്ടി കെ പുത്ലെ മാനവനെ കഭീന മാനി ഹാർ. കുഞ്ഞുങ്ങളെ, ഇത്തരത്തിൽ കവിതയുടെ ആശയം പൂർണ്ണമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ ആസ്വാദനക്കുറിപ്പ് എഴുതാൻ ബുദ്ധിമുട്ടുണ്ടാകില്ലല്ലോ. ആസ്വാദനക്കുറിപ്പ് എങ്ങനെ എഴുതണമെന്ന് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തില്ലേ? अब हम चौथी इकाई की ओर जाएं. പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട മഹത്തായ ഒരു സന്ദേശമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. പ്രകൃതി കാ ന കരേ ഹരൺ आओ बचाए पर्यावरण. हमें प्रकृति का शोषण नहीं करना चाहिए, पर्यावरण का संरक्षण करना चाहिए. ഈ ആശയം തന്നെ വളരെ സ്വാഭാവികമായി അവതരിപ്പിക്കുന്ന ഒരു കവിതയാണ്
നമ്മൾ തുടർന്ന് പഠിച്ചത്. കേദാരനാഥ് സിംഗ് കി കവിത അകാൽ മേ സാരസ്. പ്രകൃതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ കവിതയിലൂടെ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ പറയാമോ? मनुष्य के अनियंत्रित हस्तक्षेप से प्रकृति का नाश हो रहा है. प्रकृति के जल स्रोतों का नाश होता जा रहा है. पर्यावरण का संतुलन बिगड़ रहा है. हमें प्रकृति संरक्षण में जुटे रहना चाहिए. തുടർന്ന് ഇതുമായി ബന്ധപ്പെട്ട ലേഖനം എഴുതുന്ന ഒരു പ്രവർത്തനമാണ് ചെയ്തത്. बच्चों, लेख लिखते समय हमें किन किन बातों पर ध्यान देना चाहिए? हाँ, पहले शीर्षक लिखना है और भूमिका, और उसके बाद विषय का स्पष्ट उल्लेख करना और क्रमबद्धता, फिर उपसंहार के रूप में अपना दृष्टिकोण. വിഷയവുമായി ബന്ധപ്പെട്ട തലക്കെട്ട് നൽകണം, വിഷയവുമായി ബന്ധപ്പെട്ട ആമുഖമുണ്ടായിരിക്കണം, ലേഖനം എഴുതേണ്ട വിഷയത്തിൻ്റെ എല്ലാ വശങ്ങളും നന്നായി മനസ്സിലാക്കി ക്രമമായി എഴുതണം. നമ്മുടെ കാഴ്ചപ്പാടും കൂടി വ്യക്തമാക്കിക്കൊണ്ട് അവസാനിപ്പിക്കണം. बच्चों, इस कविता के बाद प्रकृति संबंधी एक प्रसिद्ध पत्र से हमारा परिचय हो गया था. याद है ना? ये पत्र किसने किसके नाम लिखा था? हाँ, यह पत्र भारत के प्रथम प्रधानमंत्री श्री जवाहरलाल नेहरू ने अपनी पुत्री इंदिरा प्रियदर्शिनी के नाम लिखा था. ഈ കത്തിന്റെ വിവർത്തനം ചെയ്ത രൂപമാണ് നാം പഠിച്ചത്. പക്ഷെ याद है ना, इस पत्र का अनुवाद किसने किया? हाँ, हिंदी के बहुत प्रसिद्ध कथाकार प्रेमचंद ने इस पत्र का हिंदी में अनुवाद किया. तो बच्चों, प्रस्तुत पाठ का नाम क्या है? हाँ, संसार पुस्तक है. കുട്ടികളെ, പ്രകൃതിയാണ് ഏറ്റവും വലിയ പാഠപുസ്തകം എന്നാണ് നാം ഈ പാഠത്തിലൂടെ മനസ്സിലാക്കിയത്. यदि इस पाठ के संबंध में अपने मित्र के नाम एक पत्र लिखना है तो कैसे लिखेंगे? देखिए, पालक्काड 29 मई 2021. प्रिय मित्र, बहुत दिनों के बाद लिख रहा हूँ. तुम कैसे हो? मैं यहाँ कुशल से हूँ. मैं एक विशेष बात बताना चाहता हूँ. आज मुझे एक पत्र पढ़ने का अवसर मिल गया. जानते हो किसका पत्र है? हमारे प्रथम प्रधानमंत्री जवाहरलाल नेहरू जी का पत्र. उन्होंने यह पत्र अपनी पुत्री को लिखा था. इसमें वे कहते हैं कि हमें संसार रूपी पुस्तक को पढ़ना चाहिए. तुम भी इसे जरूर पढ़ना. तुम्हारे परिवार वाले सब सुखी हैं ना? सबको मेरा प्रणाम. तुम्हारा मित्र, नाम, सेवा में नाम, पता. बच्चों, पत्र लिखते समय किन किन बातों पर ध्यान देना है? हाँ, स्थान, तारीख, संबोधन, विषय का उल्लेख, स्वनिर्देश और भेजने वाले का पता. കൂട്ടുകാരെ, ഇതേ പാഠവുമായി ബന്ധപ്പെട്ട പോസ്റ്റർ തയ്യാറാക്കാനുള്ള ഒരു പ്രവർത്തനവും നാം ചെയ്തില്ലേ? ഈ പോസ്റ്ററുകൾ ഒന്ന് നോക്കിയേ. ഇവിടെ നിങ്ങൾ 2 തരത്തിലുള്ള പോസ്റ്ററുകൾ കണ്ടില്ലേ? ഈ വർഷവും നമുക്ക് പോസ്റ്റർ തയ്യാറാക്കാനുള്ള ധാരാളം പ്രവർത്തനങ്ങൾ നമ്മുടെ പാഠപുസ്തകത്തിൽ വരുന്നുണ്ട്. ഇവിടെ കണ്ട പോസ്റ്ററുകൾ, एक तो संदेशात्मक पोस्टर और दूसरा कार्यक्रम संबंधी पोस्टर. സന്ദേശം നൽകുന്ന പോസ്റ്ററുകളിൽ വിഷയവുമായി ബന്ധപ്പെട്ട ഏറ്റവും അനുയോജ്യമായ സന്ദേശവാക്യങ്ങൾ ഉണ്ടാകുമല്ലോ. कार्यक्रम संबंधी पोस्टर की विशेषताएं क्या क्या हैं? हाँ, കാര്യപരിപാടിയുമായി ബന്ധപ്പെട്ട പോസ്റ്ററിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? कार्यक्रम का स्पष्ट उल्लेख, स्थान, तारीख, समय आदि का संकेत, आकर्षक रूप विधान. पोस्टर तैयार करने वाली संस्था या समिति का उल्लेख. तो संदेशात्मक पोस्टर की विशेषताएं क्या क्या हैं? बताइए. हाँ, संक्षिप्त एवं प्रभावात्मक संदेश वाक्य होना चाहिए. आकर्षक रूप विधान होना चाहिए. फिर पोस्टर तैयार करने वाली संस्था या समिति का उल्लेख होना चाहिए. बच्चों, अब हम 5वीं इकाई की ओर जाएंगे. यह हमारी पाठ्य पुस्तक की अंतिम इकाई है. കുഞ്ഞുങ്ങളെ,
സ്നേഹബന്ധങ്ങളുടെ കഥ പറയുന്ന മനോഹരമായ യൂണിറ്റ്. 5ാം യൂണിറ്റിൻ്റെ തുടക്കത്തിൽ തന്നെ അതിൻ്റെ സൂചനയുമുണ്ട്. देखिए यहाँ क्या लिखा है? सूखता नहीं ये प्रेम का वट तुम्हारा बोया. നമ്മൾ നന്മ മരം എന്നൊക്കെ പറയുന്നത് പോലെ നമ്മൾ വിതച്ച, നമ്മൾ നട്ട സ്നേഹത്തിൻ്റെ മരം ഒരിക്കലും ഉണങ്ങില്ല. സ്നേഹത്തിൻ്റെ അനന്യമായ ശക്തി അത്ര വലുതാണ്. നമ്മൾ പഠിച്ച പാഠം അതുതന്നെയല്ലേ കാണിക്കുന്നത്? മേരി മമതാമയീ മാ. ഇവിടെ തൻ്റെ അമ്മയെക്കുറിച്ച് ഓർമ്മിക്കുന്ന മകൻ ആരാണ്? ഭാരത് കെ പൂർവ രാഷ്ട്രപതി एवं प्रसिद्ध वैज्ञानिक मिसाइल मैन के नाम से विख्यात ഡോക്ടർ APJ അബ്ദുൽ കലാം. ഇതിൽ പല സന്ദർഭങ്ങളിലായി അമ്മയുടെ സ്നേഹവാത്സല്യങ്ങൾ അദ്ദേഹം ഹൃദയസ്പർശിയായി വർണ്ണിക്കുകയാണ്. അമ്മയും മകനും തമ്മിലൊരു സംഭാഷണം തയ്യാറാക്കിയത് ഓർമ്മയുണ്ടോ? बच्चों, बातचीत या संवाद तैयार करते समय किन किन बातों पर ध्यान देना है? हाँ, स्वाभाविकता, सरल एवं प्रसंगानुकूल भाषा, क्रमबद्धത, ആശയസ്പഷ്ടത. കുഞ്ഞുങ്ങളെ, 9ാം ക്ലാസ്സിൽ ഏറ്റവും ഒടുവിലായി നമ്മൾ കണ്ടതും അമ്മയും മകനും തമ്മിലുള്ള സ്നേഹവാത്സല്യങ്ങളല്ലേ? पाठ का नाम क्या था? हाँ, राग गौरी. ये किसकी पंक्तियाँ थी? हिंदी के महान भक्त कवि सूरदास की पंक्तियाँ. बच्चों, जानते हो सूरदास ने किस भाषा में रचनाएं की थी? ब्रज भाषा में. यहाँ भी हमने माँ बेटे के प्रसंग को लेकर बातचीत तैयार किया था. സംഭാഷണം തയ്യാറാക്കാനുള്ള ധാരാളം സന്ദർഭങ്ങൾ 10ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലുണ്ട്. കുഞ്ഞുങ്ങളെ, ഇങ്ങനെ 9ാം ക്ലാസ്സിൽ നമ്മൾ ചെയ്ത പരിചയപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും ഒരു തുടർച്ച എന്നോണം 10ാം ക്ലാസ്സിലും ഉണ്ടാകും. पटकथा तैयार करना, टिप्पणी लिखना, पोस्टर तैयार करना, डायरी लिखना, पत्र लिखना, कविता की आस्वादन टिप्पणी तैयार करना आदि हमें आगे भी करने हैं. कहानी, टिप्पणी, कविता, फिल्मी लेख, जीवनी, लेख, यात्रावृत्त आदि को लेकर हम आने वाली कक्षाओं में मिलेंगे. धन्यवाद.